നമസ്കാരം. തദ്ദേശ ഭരണം നേട്ടമോ കോട്ടമോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ നിന്നും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.കെ. ഉമ്മർ, മുസ്ലിം ലീഗ് UDF പ്രതിനിധിയും പയ്യാക്കോട് വാർഡ് മെമ്പറുമായ IT സാജിദയാണ് പ്രതിപക്ഷത്തു നിന്നും ഉള്ളത്. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ജനങ്ങൾക്ക് നേട്ടമാണോ കോട്ടമാണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭരണസമിതിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ മികവുകൾ എന്തൊക്കെയാണ്? ഭരണസമിതിയുടെ കഴിഞ്ഞ കാലത്തെ മികവ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കൊണ്ടും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ 10-40 കൊല്ലക്കാലത്തിനിടയ്ക്ക് കരുവാരക്കുണ്ടിന് നേടാനാവാത്ത തരത്തിൽ പാർപ്പിട രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ കരുവാരക്കുണ്ട് ഭരണസമിതിക്കായി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഏകദേശം 867ഓളം ലൈഫ് വീടുകളും അതുപോലെ തന്നെ 77ഓളം PMAY ഉൾപ്പെടെയുള്ള വീടുകൾ നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകാനായി എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. 867ഓളം വീട് പൂർത്തീകരിച്ചു ലൈഫിൽ. ബാക്കി ഉള്ളത് ഏതാനും മാസങ്ങൾക്കകം പൂർത്തീകരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പാർപ്പിട രംഗത്ത് വളരെ സജീവമായ മുന്നേറ്റമാണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിന് ആർജിക്കാനായത്. ഭരണസമിതി പതിറ്റാണ്ടുകൾ നീണ്ട UDFൻ്റെ ഭരണകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് CPIMൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 2020 അധികാരമേൽക്കുന്നത്. അതിനുശേഷം കരുവാരക്കുണ്ടിലുണ്ടായ വികസനം ജനങ്ങൾക്ക് നേട്ടമാണോ കോട്ടമാണോ? 2020 മുതലുള്ള ഭരണസമിതിൻ്റെ ഇതിൽ കോട്ടം തന്നെയാണ്. മികച്ചൊരു പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ പറ്റിയതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ എടുത്തു പറഞ്ഞതിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഞാൻ 10 വർഷം നിന്ന് കഴിഞ്ഞ ബോർഡിൽ നിന്നൊരു ജനപ്രതിനിധിയാണ്. അതിൽ നമ്മളെ അവസാന കാലത്ത് നമ്മളെ UDF ഭരണകാലത്ത് തന്നെ 152ഓളം വീടുകൾക്ക് ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലവും വാങ്ങാനുള്ള ഫണ്ട് വെച്ചു. അങ്ങനെ ഇരിക്കെ അവർക്ക് വീടും പാസ്സായി. അങ്ങനെ നമ്മൾ ഈ വീടിന് എഗ്രിമെന്റ് വെക്കുന്ന സമയത്താണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നത്. അത് നമുക്ക് ഈ എഗ്രിമെന്റ് വെക്കുന്നതിന് ഒരു തടസ്സമായി. ആയതിനാൽ നമ്മൾ എന്തായാലും അടുത്ത ആളുകളെ എഗ്രിമെന്റ് വെക്കാൻ വിളിക്കുന്നത് പിന്നെ അടുത്തൊരു ഭരണസമിതിന്റെ കാലത്താണ്. അപ്പൊ ലൈഫ് ഭവന പദ്ധതി തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതി തന്നെയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ലൈഫുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കരുവാരക്കുണ്ടിന്റെ ഒരു ചരിത്രം ഞാൻ സൂചിപ്പിച്ചു. കഴിഞ്ഞ 19 വർഷക്കാലത്തിനിടയ്ക്ക് കരുവാരക്കുണ്ടിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം കുറച്ചെങ്കിലും വീട് കൊടുക്കാനായി എന്നുള്ളത് ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാരവും അതുപോലെ തന്നെ സമ്പത്തും കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ എടുത്ത വീടുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ലഭ്യമാക്കിയിട്ടുള്ളത് അടുത്ത കാലത്ത് ഈ അവസരം ഉണ്ടായിരുന്നു ഇവർക്ക്. EMS ഭവന പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള അവസരം കിട്ടി. ആ EMS ഭവന പദ്ധതിയുടെ പേരിൽ ഒറ്റ വീട് പോലും കൊടുക്കാൻ കഴിയാത്തതാണ് കഴിഞ്ഞ കാലത്തെ UDFന്റെ പ്രവർത്തനം. അവിടെ നിന്നാണ് മലപ്പുറം ജില്ലയ്ക്ക് മാതൃകയും അതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം എടുത്തു പറയത്തക്ക രൂപത്തിൽ ഒറ്റ പ്രാവശ്യം തന്നെ 300 വീടുകൾ എഗ്രിമെന്റ് വെക്കാൻ സാധിക്കും എന്നത് ആർക്കും പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ കരുവാരക്കുണ്ടിന് അത് സാധിച്ചു എന്നത് തന്നെയാണ് വലിയ നേട്ടം. കോടിക്കണക്കിന് രൂപ അതിന് മാറ്റിവെച്ചുകൊണ്ട് കരുവാരക്കുണ്ടിലെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയായിരുന്നു ഈ 5 വർഷക്കാലത്തെ ഭരണസമിതിയുടെ ലക്ഷ്യം. ഈ ഭരണസമിതിയിൽ ഞങ്ങൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, എല്ലാ 21 മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൽ അഭിമാനിക്കാം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുക. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ മുഴുവൻ ഞങ്ങൾ അവിടെ സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കാറ്. ആ തീരുമാനപ്രകാരമാണ് ഓരോ കാര്യങ്ങളും നടപ്പിലാക്കാറുള്ളത്. ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, കരുവാരക്കുണ്ട് ഭരണസമിതി അധികാരമേൽക്കുന്ന ആ സമയത്താണ് കോവിഡ് മഹാമാരി ലോകത്തെയാകെ പിടിച്ചു കുലുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കരുവാരക്കുണ്ടിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനം ആരംഭിച്ച ഘട്ടങ്ങളിൽ തന്നെ ആന്റിജൻ ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി നമ്മൾ നടത്തി അതിനെ പിടിച്ചു കെട്ടാൻ ആവശ്യമായ വീട്ടിൽ ഒരു ടെസ്റ്റ് എന്നുള്ള രൂപത്തിലേക്ക് നാട്ടിലെ ജനങ്ങളെയാകെ ഒന്നിപ്പിച്ച് ഓരോ മേഖലകളിലും ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകർ
ഹെൽത്തിന്റെ സംവിധാനത്തിന് അപ്പുറത്തേക്ക് പ്രാദേശിക തലത്തിലുള്ള ഡോക്ടർമാരെയും സംവിധാനത്തെയും ഉപയോഗപ്പെടുത്തി ആന്റിജൻ ടെസ്റ്റ് നടത്തുകയും കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. അതും ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ജനങ്ങളെയാകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെട്ട് പോന്നിട്ടുള്ളത്. ഇവിടെ ഈ കഴിഞ്ഞ ഈ പ്രാവശ്യം അടുത്ത കാലത്ത് മാത്രമാണ് അതിൽ ഭരണകക്ഷി പ്രതിപക്ഷം എന്ന ഞങ്ങളുടെ ഭരണസമിതിക്കകത്ത് വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ പുറത്തു നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ഭരണകക്ഷി പ്രതിപക്ഷം എന്ന രൂപത്തിലേക്ക് ബഹിഷ്കരണവും കാര്യം തുടങ്ങിയത് ഇപ്പോൾ അടുത്ത കാലത്താണ്. ഈ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷ വാർഡുകൾ 8 വാർഡുകളെ തഴഞ്ഞു എന്നുള്ള ആരോപണങ്ങൾ UDFിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉയർന്നതാണ്. അത് സ്വജനപക്ഷപാതം ലൈഫിൻ്റെ കാര്യത്തിൽ ഇടത് ഭരണസമിതി സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് UDFിൻ്റെ മെമ്പർമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 മെമ്പർമാരാണുള്ളത്. അത് പഞ്ചായത്തിൻ്റെ വിഹിതം തിരഞ്ഞെടുത്ത് ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഈ 5 വർഷം. ഈ 5 വർഷം ഈ LDF ഭരണത്തിൽ വന്നപ്പോൾ കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലായിട്ടില്ല. ഒന്നാമതായി പറയാനുള്ളത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ KCB സബ്സ്റ്റേഷൻ ഇതുവരെ നടത്താന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് 24 മണിക്കൂർ ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ചിറയിലെ മണൽ വാരാമെന്ന് പറഞ്ഞിട്ടും അതും ഇന്ന് നടപ്പിലാക്കാൻ ഈ ഭരണസമിതിയുടെ അനാസ്ഥ തന്നെയാണ്. ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ അത് വെറും പഞ്ചായത്ത് മാത്രം കൊടുക്കുന്ന ഒരു ഫണ്ടല്ല. അത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. കരുവാരക്കുണ്ട് പഞ്ചായത്ത് മാത്രം വെക്കുന്നതല്ല ഈ ലൈഫ് ഭവന പദ്ധതിയിൽ. അപ്പോൾ കൂടുതലായിട്ട് പറയാനുള്ളത് പ്രതിപക്ഷ മെമ്പർ നിലനിർത്തി എനിക്ക് പറയാനുള്ളത് 10 വർഷമായിട്ട് ഞാൻ ആ വാർഡ് മെമ്പർ കഴിഞ്ഞ ബോർഡിൽ ഇരുന്നത് പോലെ നമ്മുടെ വാർഡുകൾ കൂടെ വികസനം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഒപ്പമല്ല UDFിൻ്റെ മെമ്പർമാർക്കും സാധിച്ചിട്ടില്ല. പിന്നെ പറയാനുള്ളത് നമ്മുടെ റോഡുകൾക്ക് ഫണ്ടുകൾ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. ലേസ് എന്തെങ്കിലുമൊക്കെ തരുന്നല്ലാതെ നമ്മളെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ജലജീവൻ പദ്ധതിയുമായിട്ട് റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ലൈഫിൽ കുറച്ച് വീടുകൾ എന്തോ കൊടുത്തു, അതൊക്കെ ശരിയാണ്. അത് നമുക്ക് എല്ലാ ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് വെച്ചിട്ടാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഒരു ട്രഷറിക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ പുന്നക്കാട് അതിൻ്റെതായിട്ടുള്ള സ്ഥലം ഉണ്ടായിട്ട് അത് അതിന് അനുയോജ്യമായിട്ട് അത് തിരഞ്ഞെടുത്തിട്ടില്ല. അതിൻ്റെ പോലെ പുന്നക്കാട് സ്കൂളിന് 1 കോടി രൂപ ലാപ്സാക്കിയിട്ടുണ്ട്. അത് 2023-24 3 കോടിയോളം രൂപ നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ലാപ്സാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പഞ്ചായത്തിന്റെ അനാസ്ഥ തന്നെയാണ്. ഞങ്ങൾ അവഗണന കാണിച്ചു എന്നുള്ളത് ഞാൻ നേരത്തെ അതുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളവിടെ ഓരോ കാര്യത്തിലും ഞങ്ങൾ ഈ സർവകക്ഷി യോഗ തീരുമാനപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയിൽ അങ്ങനെ സർവകക്ഷി യോഗം ചേരുക അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവർ അപ്പം തന്നെ ചൂണ്ടിക്കാട്ടും. ഇത് ലൈഫ് ഭവന പദ്ധതിയിൽ വിവേചനം കാണിച്ചു എന്ന് ഒരു സൂചന നൽകി, പക്ഷേ വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷെ യാതൊരു തരത്തിലുള്ള ഇതും കാണിച്ചിട്ടില്ല. കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ നിലവിൽ 2020 ഉണ്ടായിരുന്ന ലിസ്റ്റ് മുഴുവൻ പരിഗണിക്കുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ഞങ്ങളത് വിവേചനം കാണിക്കാനൊന്നുമില്ലല്ലോ. അവിടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ 2020 കാലത്ത് വന്ന ആ ലിസ്റ്റ് മുഴുവൻ കൊടുത്തു തീർക്കാനുള്ള ഇടപെടലാണ് ഭരണസമിതി നടത്തിയത്. അതിൽ പ്രതിപക്ഷോ ഭരണപക്ഷോ എന്നുള്ള രൂപത്തിലേക്കൊന്നും യാതൊരു തരത്തിലുള്ള അപാകത സംഭവിച്ചില്ല. പിന്നെ ഇവിടെ പറയുന്നത് റോഡുകളുടെയും കാര്യത്തിൽ എന്തോന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ലാപ്സാക്കി എന്നുള്ളത് ലാപ്സാക്കുക എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയൊരു കാര്യം അവിടെ ഒരു അവ്യക്തതക്ക് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് ഫണ്ട് ലാപ്സാക്കുക എന്ന് പറയുന്നത് നമ്മുടെ കരുവാരക്കുണ്ടിൽ കേരളത്തിലാകെ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം അവിടെ ഫണ്ട് ചെലവഴിക്കുകയും റോഡുകളൊക്കെ തന്നെ കേരളത്തിലാകെ പൊളിച്ചുകൊണ്ട് കരുവാരക്കുണ്ടിൽ അങ്ങനെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളം കൊടുക്കുന്നതിനാവശ്യമായ പൈപ്പ് ലൈൻ നിർമ്മാണ വർക്ക് നടക്കുന്ന സാഹചര്യത്തിൽ റോഡുകളുടെ സൈഡ് പൊളിച്ചിട്ടാണ് ആ പൈപ്പ് ലൈൻ വർക്ക് നടത്തിയിട്ടുള്ളത്. ആ നടത്തുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ആ റോഡ് വർക്ക് നടന്നതിന്റെ ആ ഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ആ റോഡിന്റെ ഫണ്ട് പൂർത്തീകരണം നടപ്പാക്കാനാവൂ എന്ന ഒരു വാശി അവിടുത്തെ എയ്ക്ക് ഉണ്ടായിരുന്നു ഞങ്ങളെ. അപ്പോൾ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഫണ്ടൊക്കെ തന്നെ വെച്ചു. ആ ഫണ്ട് വെക്കുന്ന സമയത്ത് ഈ ജലജീവൻ മിഷൻ പൊളിച്ചിട്ട റോഡുകളൊക്കെ തന്നെ പൂർത്തിയായ സാഹചര്യത്തിൽ
റോഡ് പൂർത്തിയായ സാഹചര്യത്തിൽ ആ റൂട്ടിലേക്ക് ചിലപ്പോൾ ഫണ്ട് ചെലവഴിക്കേണ്ട ആവശ്യം സത്യത്തിൽ വന്നിട്ടില്ല. അതിന് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എൻ്റെ വാർഡ് എന്നുള്ള രൂപത്തിൽ കൽക്കുളം 7 ലക്ഷം രൂപ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി മെയിൻ്റനൻസ് ഫണ്ട് വെച്ചിരുന്നു. പക്ഷേ ജലജീവൻ വർക്ക് പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി ആ ഫില്ലിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അവിടെ ആ റോഡ് പകുതി ഭാഗം ക്ലിയർ ആയതോടുകൂടി ആ റോഡ് നമുക്ക് പിന്നെ ഫണ്ട് ചെലവഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ചില വർക്കുകളും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട വർക്ക് പൂർത്തീകരിക്കാത്ത മേഖലകളിൽ ചിലപ്പോൾ ഫണ്ട് പിന്നെ ചെലവഴിക്കാൻ സാധിച്ചില്ല. അത് സ്പിൽ ഓവറാക്കി കൊണ്ടുവരിക ചെയ്തിട്ടുള്ളത്. കാരണം ഒരു റോഡ് പൊളിച്ചിട്ടത് ജലജീവൻകാർ തന്നെ ജലജീവൻ മിഷന്റെ പിന്നെ കരാറിൽപ്പെട്ട ആ മേഖലയിൽ ആ റോഡ് പിന്നെ റീസോൾവ് ചെയ്തതിന് ശേഷം അവിടെ പിന്നെ വർക്ക് പൂർത്തീകരിച്ച് റോഡ് ക്ലിയർ ആക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ലാപ്സ് എന്ന് പറയുന്നത്. ലാപ്സ് ആകുക എന്ന് പറയുന്നപ്പോൾ നമ്മുടെ മെമ്പറെ പിന്നെ സ്കൂളിനടക്കം കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷത്തോളം നവീകരണത്തിന് ഫണ്ട് വെച്ചത് ലാപ്സാണ്. കാരണം എന്താ വെച്ചാൽ അന്ന് നടക്കാത്ത വർക്ക് തൊട്ടടുത്തതിലേക്ക് സ്പിൽ ഓവറാക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ ലാപ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കരുവാരൂരിലെ റോഡുണ്ട്, കൽക്കുണ്ട് റോഡ്. ആ കൽക്കുണ്ടിൽ റോഡിന് ജില്ലാ പഞ്ചായത്ത് വെച്ചത് 50 ലക്ഷമാണ്. അവിടെ വർക്ക് നടന്നിട്ടുള്ളത് ഏകദേശം എത്ര വെച്ചാൽ 23 ലക്ഷമാണ്. ബാക്കിയുള്ളത് സ്പിൽ ഓവറാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ വർഷം നടക്കേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് പഞ്ചായത്ത് സംവിധാനത്തിന്റെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഓരോ വർക്കും വന്നാൽ ആ വർക്ക് നടക്കാത്തത് പിറ്റേ വർഷം പിന്നെ സ്പിൽ ഓവറാക്കി കൊണ്ടുവരും. സ്പിൽ ഓവറാക്കി കൊണ്ടുവരാനുണ്ടായ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. ജലജീവൻ മിഷന്റെ ഈ വർക്ക് റോഡാകെ ഒഴിക്കുന്ന സാഹചര്യം വന്നു. അവിടെ ആ വർക്ക് ജലജീവൻ മിഷന്റെ വർക്ക് പൂർത്തീകരിച്ചതിന് ശേഷം ബാക്കിയുള്ള വർക്ക് നടക്കാവൂ എന്നുള്ളത് കൊണ്ട് 2 വർക്കും എസ്റ്റിമേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് അത്തരത്തിലൊരു ലാപ്സ് ആകുന്ന ഒരു സാഹചര്യം വന്നത്. പിന്നെ ചില ലാപ്സ് ആകുന്ന സാഹചര്യങ്ങൾ ഫണ്ട് ലാപ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, ചില സ്പിൽ ഓവർ ആക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. കേരളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ ബാധിക്കുന്ന തരത്തിലേക്ക് 2 ഉപതെരഞ്ഞെടുപ്പുകളാണ് വന്നത്. ഒന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച ആ മേഖലയിലേക്ക് രണ്ടാമത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 40-50 ദിവസം 2 മാസക്കാലത്തോളം നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ വർക്കുകളൊന്നും നടക്കാത്ത ഒരു സാഹചര്യം വന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് എല്ലാ പഞ്ചായത്തുകളിലും വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും സ്പിൽ ഓവർ വർക്കുകൾ നടക്കാത്ത ഒരു പഞ്ചായത്തും മലപ്പുറം ജില്ലയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ് വയനാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിച്ചതല്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെ രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ഭാഗമായി ഒരു സമൂഹത്തെ യാഗ ബാധിക്കുന്ന തരത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു. നമുക്കറിയാം, അന്ന് തന്നെ പറഞ്ഞായിരുന്നു ഏറ്റവും നല്ല ബെറ്റർ സ്ഥാനാർത്ഥി 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിക്ക് ഒരു സത്യപ്രതിജ്ഞ പോലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് കാരണം ആ പ്രധാനപ്പെട്ട ഒരു പീക്കിംഗ് ടൈം എന്നുള്ള രൂപത്തിൽ കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ അതല്ലെങ്കിൽ വയനാട് മണ്ഡലത്തിലൊക്കെ തന്നെ ഇങ്ങനെ പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് പഞ്ചായത്തുകൾക്കും ജനങ്ങൾക്കും നഷ്ടമായിട്ടുള്ളത്. ഈ ചേറുമ്പ് ഇക്കോ ടൂറിസം പുഴയിലെ മണൽവാരലുമായി ബന്ധപ്പെട്ട് മെമ്പർ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. 2018 മഹാപ്രളയത്തിൽ പുഴ മണൽ വന്ന് ചളി വന്ന് മൂടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടൂറിസം പദ്ധതികൾ ഇല്ലാതായി. പിന്നീട് 2 വർഷം മാത്രമാണ് UDF പഞ്ചായത്ത് ഭരിക്കാൻ കഴിഞ്ഞത്. 2018 മുതൽ 20 വരെ. 19 ഇതേ സാഹചര്യം ഉണ്ടായി. 19 വി ആബിദ് അലി UDF പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് പുഴയിലെ മണൽ വാരി അത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തു. പിന്നീടുള്ള 5 വർഷം ഇടത് ഭരണം ഒന്നും ചെയ്തില്ല എന്നുള്ള ആരോപണമാണ് മെമ്പർ ഉന്നയിച്ചത്. 1.25 കോടി ചെളി മണലും നീക്കം ചെയ്യാനും മണ്ണും നീക്കം ചെയ്യാനും വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ എന്തായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ചിറയിൽ മണൽ കോരാൻ 1.25 കോടി രൂപ വെച്ചിട്ടുണ്ട്. അത് എന്തായി എന്നല്ലേ. പിന്നെ ഇവിടെ സ്പിൽ ഓവർ ആയി എന്ന് പറഞ്ഞു, റോഡുകൾ സ്പിൽ ഓവർ ആയി എന്നല്ലേ പറഞ്ഞു. ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും ഇന്ന് LDF ആണ്. കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ അനാസ്ഥ എന്ന് പറയട്ടെ, ഒരു എഞ്ചിനീയർ ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. 2023-24 വാർഷിക പദ്ധതിയിൽ തന്നെ തുച്ഛമായ ഫണ്ടുകളാണ് പ്രതിപക്ഷ വാർഡുകളിൽ കിട്ടിയിട്ടുള്ളത്. അത് ചെലവഴിക്കാൻ പോലും ഒരു എഗ്രിമെന്റ് എടുക്കാൻ പോലും പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ 2025-26 ഞങ്ങൾക്ക് ഒരു ഫണ്ടുമില്ല. പ്രതിപക്ഷ വാർഡുകൾ തയഞ്ഞിട്ട് തന്നെയാണ് ഫണ്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ വെച്ച ഫണ്ടുകളെ ചെലവഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നിരന്തരം ഓവർസിയർ മാറിക്കൊണ്ടിരിക്കുക. മാസങ്ങളായിട്ട് അവരെ പോയി എസ്റ്റിമേറ്റ് എടുക്കുക. ഒരു ഓവർസിയർ വന്നാൽ പിന്നെ ആ മാസം ആ ഓവർസിയർ അല്ല, അടുത്ത മാസം വേറെ. അങ്ങനെയാണ് പഞ്ചായത്തിൽ സ്പിൽ ഓവറും ഫണ്ട് ലാപ്സ് ആകാനുള്ള കാരണങ്ങൾ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അനാസ്ഥകളുണ്ട്.
സംസ്ഥാനം മൊത്തം ഭരിക്കുന്നത് LDF ആണ്, പഞ്ചായത്തും ഭരിക്കുന്നത്. എന്നിട്ട് ഒരു എഞ്ചിനീയറെ കൊണ്ടുവരാൻ പോലും ഈ ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണ്. അതായത് ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് പിന്നെ ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സാഹചര്യത്തിൽ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് അതിന് കുറച്ച് തൊട്ട് മുമ്പാണ് നമ്മുടെ AE ട്രാൻസ്ഫർ ആയി പോകാനുള്ള ഒരു ഓർഡർ വന്നത്. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് ഒരു മാസക്കാലം അത്തരം ഒരു സാഹചര്യം നിലവിൽ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം പുതിയ AE വരികയും ആ AE ചാർജ് എടുത്ത് ഉടനെ തന്നെ അയാൾ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്കും അവരുടേതായ സ്വാതന്ത്ര്യ അവകാശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അവരങ്ങനെ എടുത്ത് പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് മറ്റൊരു AEക്ക് ചാർജ് കൊടുക്കുകയും ഒരു ഓവർസിയർ അഡീഷണൽ കൊണ്ടുവരികയും ചെയ്യുന്നത് ഈ അടുത്ത കാലത്താണ്, ഈ അടുത്ത സമയത്താണ്. അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ അവർ ആ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. സ്പിൽ ഓവർ ആകുന്നതും മറ്റും കഴിഞ്ഞ കാലത്താണ്, കഴിഞ്ഞ ഈ സമയത്താണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കരുവാരക്കുണ്ട് ചെറയിലെ മണൽ വാരലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ LDF അധികാരത്തിൽ വരുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട് മണൽ നീക്കം ചെയ്യുന്നതിന് 1.25 കോടി സാജിദ് മെമ്പർ സൂചിപ്പിച്ച പോലെ അനുവദിച്ചിരുന്നു. അതിന് നമ്മൾ എന്താ വെച്ചാൽ 2018-ലും 19-ലൊക്കെ ഉള്ള പ്രളയത്തിന്റെ ഭാഗമായി ഓരോ വർഷവും 55 ലക്ഷം 35 ലക്ഷം രൂപയൊക്കെ ചെലവഴിച്ചുകൊണ്ട് അവിടെ മണൽ വാരുന്ന ഒരു ഏർപ്പാട് നടന്നിരുന്നു. എന്നിട്ട് ഈ മണൽ വാരുകയും ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രൈവറ്റ് വ്യക്തികൾക്ക് വല്ല കമ്പനിയിൽ നടത്തുന്ന ആളുകളുടെ ഗോഡൌണിലും അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ വാരുന്ന മണൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചില സ്വകാര്യ വ്യക്തികൾക്ക് സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ഒരു മാർഗമായിരുന്നു 18-ലും 19-ലും ഒക്കെ ഉണ്ടായിരുന്ന മണൽ വാരുന്ന ഒരു പ്രക്രിയ എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പ്രോത്സാഹിപ്പിക്കേണ്ട എന്നുള്ള നിലക്ക് ഒരു കമ്പനി എറണാകുളം ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി 1.25 കോടിയുടെ മണൽ വാരൽ ടെൻഡർ നടക്കുകയും പഞ്ചായത്തിനെ സമീപിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഭരണസമിതി തന്നെ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ നാടിനെ കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ഒരു കമ്പനിക്ക് മണൽ വാരി കൊണ്ടുപോകുന്നതും പൊതുസമ്പത്ത് ഈ സമൂഹത്തിന് അനുഭവിക്കേണ്ടതായിട്ടുള്ള പൊതുസമ്പത്തിനെ കൊള്ളയടിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ട എന്ന ധീരമായ തീരുമാനം തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. അല്ലാതെ വർഷം മണൽ വരിക, വീണ്ടും മഴ പെയ്യുക, മണൽ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പിന്നീട് അവിടെ ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ എക്കോ ടൂറിസവും അതുപോലെ തന്നെ പരിസരങ്ങളിലെ കുടിവെള്ള സ്രോതസ്സും നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ട് അവിടെ ഒരു ബണ്ട് നിർമ്മാണം ഒരു ഷട്ടർ ഉപയോഗിച്ചുകൊണ്ട് 2 ഷട്ടർ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരം തടയണ സംവിധാനം കൊണ്ടുവരികയും അതിന് ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം ഒരു സമിതിയെ തീരുമാനിക്കുകയും ആ സമിതി പഠനം നടത്തുന്നതിന് ആവശ്യമായ ഒരു പേരുണ്ടല്ല സർവേക്ക് ആ സർവേ നടത്തുന്ന 6,60,000 7 ലക്ഷത്തോളം രൂപ അതിന്റെ പഠനത്തിന് അവിടെ പരിസര കാര്യങ്ങളും പഠിക്കുകയും അവിടെ മണ്ണിന്റെ ആഴം പരിശോധിക്കുകയും ഭൂമിയുടെ അവസ്ഥ പരിശോധിക്കുകയും സോയിൽ ടെസ്റ്റ് നടത്തുകയും പാറയുടെ അളവെടുക്കുകയും ഒക്കെ ചെയ്ത് നിർമ്മാണത്തിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് വ്യക്തമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും സംസ്ഥാന വകുപ്പും കൂടി 7 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് DPR തയ്യാറാക്കുകയും ഇറിഗേഷൻ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ ഫണ്ടും കൂടി നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞത് വെറുതെ അനാവശ്യമായ ചെലവിലേക്ക് പോകണ്ട എന്നുള്ളതിന്റെ ഭാഗമായി തന്നെയാണ് തുടർ പ്രവർത്തനവുമായി സർക്കാരും ബന്ധപ്പെട്ട ആളുകളും അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ സ്ഥിരം ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ജലസംരക്ഷണത്തിന് വേണ്ടി ഇപ്പോൾ ഈ ഉള്ള അവസ്ഥ തുടരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഏത് സമയം വെള്ളം വന്നാൽ വെള്ളം അടി ഭാഗത്തൂടെ കയറി പാർക്കിലേക്കും അതുപോലെ തന്നെ നിലവിൽ അവിടെ മീറ്റിംഗ് ഹാൾ ഉണ്ട്, ആ മീറ്റിംഗ് ഹാളൊക്കെ തന്നെ പൊളിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതിന് ശാശ്വതമായ പരിഹാരം എന്നുള്ള രൂപത്തിൽ ഒരു ബണ്ട് നിർമ്മാണവും നല്ല 3 മീറ്റർ ഹൈറ്റ് 5 കിലോമീറ്ററോളം നീളത്തിലേക്ക് 3-4 കിലോമീറ്ററോളം നീളത്തിലേക്ക് സൈഡ് കെട്ടിക്കൊണ്ട് അവിടെ ഒരു ഇറിഗേഷൻ ഇതിന്റെ കീഴിൽ ഒരു 2-3 ഷട്ടർ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിര സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരും ബന്ധപ്പെട്ട ആളുകളും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. പിന്നെ സാജിദ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ KSEBയും സബ്സ്റ്റേഷനും അതൊക്കെ ബന്ധപ്പെട്ടതൊന്നും പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു സംഗതിയല്ല. എങ്കിലും ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലക്ക് അതിനെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടലും സ്ഥലം കണ്ടെത്തൽ അതുപോലെ തന്നെ സ്ഥലം ഒരു നമ്മുടെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ശൈലേഷ് പട്ടിക്കാരൻ സൗജന്യമായി കൊടുക്കുകയും ആ സ്ഥലം അതിന് പറ്റാത്തൊരവസ്ഥ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അതിന് പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. അതിന് ബന്ധപ്പെട്ട UDFന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം
പോലെ വിമർശനം മാത്രമാണ് നടത്താറുള്ളത്. കൂട്ടുത്തരവാദിത്തത്തോടു കൂടി നമ്മൾ സർവകക്ഷി യോഗം വിളിക്കുന്ന സമയത്ത് ആ യോഗത്തിൽ അഭിപ്രായം പറയുകയും പുറത്തുനിന്ന് അതിനെ തള്ളി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബന്ധപ്പെട്ട MLA എന്നുള്ള നിലക്ക് ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഈ സബ്സ്റ്റേഷനും കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ മറ്റ് ചെറുകിട നിർമ്മാണത്തിനൊക്കെ ആവശ്യമായ ഒരു ഇടപെടലും ആ ഭാഗത്ത് നടത്താത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെ തന്നെ ഇവിടെ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് വിളിക്കും, സർവകക്ഷി യോഗത്തിൽ ഏകകണ്ഠമായ തീരുമാനങ്ങൾ എടുക്കും. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഈ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു ഉന്നയിക്കാൻ തുടങ്ങുന്നത്. ഒരു 3 വർഷത്തിന് ശേഷം അതുവരെ ഐക്യകണ്ഠേന എല്ലാവരും ഒറ്റക്കെട്ടായി സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഈ പരിവാരകുണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടില്ല. 3-4 വർഷമാകുന്നതോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്പർ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൊണ്ടുവരുന്നത്. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പാണ്. അവിടെ 2 മുന്നണികളും തമ്മിൽ ചളിവാരി എറിഞ്ഞുകൊണ്ട് തെരുവിൽ മൈക്ക് കെട്ടി തമ്മിലടിച്ച് ഈ മുന്നണിയെ നാട്ടിൽ നിന്ന് ജനങ്ങളെ നീക്കം ചെയ്ത മുന്നണിയായിരുന്നു UDF. കഴിഞ്ഞ കാലത്ത് ഇലക്ഷന് മുമ്പൊക്കെ തന്നെ ഒരു 2 മാസങ്ങൾ കിഴക്കേത്തല പട്ടണത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ തെരുവിൽ മൈക്ക് കെട്ടിയിട്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാരുടെ അപ്പൂപ്പന്മാരുടെയും ഒക്കെ പറയുന്ന രൂപത്തിൽ കേട്ടാൽ അറക്കുന്ന രൂപത്തിലായിരുന്നു UDF പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് UDF എന്ന സംവിധാനത്തെ കരുവാരകുണ്ടിൽ നിന്ന് പൊതുജനം നീക്കം ചെയ്തത്. അങ്ങനെ അധികാരമില്ലാതായപ്പോൾ ഉണ്ടായ ചില അസ്വസ്ഥതകളും കാര്യങ്ങളും 3 വർഷം നിന്നപ്പോൾ ഈ അധികാരത്തിന്റെ ശീതളിമയിൽ തങ്ങി അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉപജീവന രാഷ്ട്രീയത്തിന്റെ കുറെ ആളുകളുണ്ട്. ഇപ്പോ കയ്യും മെയ്യും മറന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ ഭരണസമിതിക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കാലത്ത് 1 വർഷം 4 വർഷം 3 വർഷത്തിനുള്ളിൽ എത്ര പ്രസിഡന്റുമാരാണ് വരെ മുന്നണിയിൽ മാറിയതല്ലോ. ഒരു മാസം ഒരാള്, ഒരു കൊല്ലം ഒരാള്, 6 മാസം ഒരാള്, എന്നിട്ട് പഞ്ചായത്തിന്റെ ആ കാലയളവില് LDFന്റെ ഒരാളും പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസ് പിന്തുണയോടുകൂടി. LDFന്റെ 10 മാസക്കാലം 1 വർഷക്കാലം ഏകദേശം ലത്തീഫൊക്കെ പ്രസിഡന്റായി. ആ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഇവരുടെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് അവര് പിന്തുണ എന്ന് പറഞ്ഞാൽ ഇവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. കോൺഗ്രസ് ആ അവിശ്വാസ പ്രമേയത്തിന് എതിരായ നിലപാട് ലീഗ് എടുത്തു. അപ്പോ ഞങ്ങള് സ്ഥാനാർത്ഥികൾ ആ അവിശ്വാസ പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് നിന്നു. ഭരണം UDFന് നഷ്ടപ്പെട്ടു. അതിനുശേഷം ലത്തീഫാക്ക അങ്ങനെയാണ് പ്രസിഡന്റ് ആകുന്നത്. സപ്പോർട്ടോട് കൂടി തന്നെ മറ്റൊരു വിഭാഗത്തിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ലത്തീഫാക്ക പ്രസിഡന്റ് ആയിരുന്നത്. പ്രതിപക്ഷ മെമ്പറോട് പറയാനുള്ളത്, കഴിഞ്ഞ ഈ അടുത്ത കാലത്തായിട്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് UDFന്റെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കിണർ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അത് സത്യമാണ്. MGNRGSുമായിട്ട് 2022-25 വരെയല്ലേ ഫണ്ട് 3 കോടിയോളം ലാപ്സ് ആയിട്ടുണ്ട്. അതിൽ ഒരു അഴിമതി നടത്തിയിട്ടുള്ളത് മഞ്ഞൾപ്പാറ കമ്പിപ്പാലം, ചുള്ളിയോട് കുളം, ഇങ്ങനെ അഴിമതി നടത്തി പൈസ തിരിച്ചടച്ചിട്ടുണ്ട്. ഇവരെ ഭരണകാലത്ത് തന്നെയാണത്. പറഞ്ഞത് ഇവിടെ കഴിഞ്ഞ UDF ഭരണകാലത്ത് അവിശ്വാസം കൊണ്ടുവന്നില്ലേ. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് അവിശ്വാസം കൊണ്ടുവന്നാലും നല്ല ഐക്യത്തിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഈ LDF ഭരണകാലത്ത് 13 മെമ്പർമാരും ഒരു ഐക്യമില്ലാതെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ UDFലെ ഭിന്നതയാണ് CPIMനെ ഭരണത്തിലേക്ക് എത്തിച്ചതെന്ന് പൊതുവെ ജനസംസാരമുണ്ട്. അപ്പോൾ UDF ഒറ്റക്കെട്ടായി നിന്നാൽ ഭരണം UDFന്റെ കൈകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇപ്പോൾ കരുവാരകുണ്ടിലുണ്ടോ? UDF ഒറ്റക്കെട്ടായി നിന്നാൽ കരുവാരകുണ്ടിൽ ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ളത് തന്നെയാണ് തുറന്നു പറയുന്നത്. അത് എന്തായാലും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പറയാനുള്ളത്. LDFനെ 45 വർഷക്കാലം കഴിഞ്ഞിട്ടാണ് LDFന് 5 കൊല്ലം ഭരിക്കാൻ കിട്ടിയത്. അത് അവര് ഒന്ന് നല്ല രീതിക്കല്ല ഭരണം. അതുകൊണ്ട് അത് ജനങ്ങളൊന്ന് വിലയിരുത്തുന്നുണ്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്. താങ്കളുടെ ഭരണസമിതിയെ, അതായത് താങ്കൾ നേതൃത്വം നൽകുന്ന ഇടത് ഭരണസമിതി എത്രത്തോളം ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു? നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ കരുവാരകുണ്ടിനെ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലേക്ക് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി കരുവാരകുണ്ടിൽ നടപ്പിലാക്കാനായി ജില്ലയ്ക്ക് മാതൃകയായി, ബ്ലോക്കിന് മാതൃകയായി, സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കാനായി.
പിന്നെ ശുചിത്വ മിഷൻ പിന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തന്നെ കരുവാരക്കുണ്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് 2018 ലത്തീഫാക്ക ഒരു വർഷം പ്രസിഡന്റ് ആകുന്ന സമയത്ത് തുടങ്ങി വെച്ചതാണ് ക്ലീൻ കരുവാരക്കുണ്ട് ഗ്രീൻ കരുവാരക്കുണ്ട് എന്ന ആശയവുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം ഷൗക്കത്ത് പ്രസിഡന്റായ സമയത്തും അത് നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ ഷൗക്കത്ത് പ്രസിഡന്റായ സമയത്ത് വായനശാലയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അതിന് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടക്കാണ് പിന്നീട് അത് അവിടെ പിന്നെ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നത്. ആ പിന്നെ ശേഷമാണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വരികയും കരുവാരക്കുണ്ടിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജലസ്രോതസ്സുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നമ്മുടെ കരുവാരക്കുണ്ടിലെ കുടിവെള്ളത്തിന്റെ ഇതിനൊക്കെ തന്നെ കോളിഫോം ബാക്ടീരിയ അടക്കമുള്ള പിന്നെ രൂപത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വരികയും കണ്ടമാനം രോഗികൾ പെരുകയും പിന്നെ നമ്മുടെ ഡെങ്കിപ്പനി പോലത്തെ രോഗങ്ങൾ പടർന്നു പിടിക്കുകയും അതുപോലെ പിന്നെ ഇപ്പോൾ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നൊക്കെ സാഹചര്യം കരുവാരക്കുണ്ടിന്റെ പതിവായിരുന്നു. ഇന്ന് കരുവാരക്കുണ്ടിൽ ഡെങ്കിപ്പനിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഡെങ്കികളുടെ ആ സ്രോതസ്സുകളൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ 42ഓളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയും കരുവാരക്കുണ്ട് തെരുവോരങ്ങളെ വളരെ മനോഹരമാക്കി വൃത്തിയാക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കരുവാരക്കുണ്ടിലുള്ളത്. ഇതും ഒക്കെ തന്നെ ഇതിന് പരിപൂർണമായി പ്രതിപക്ഷ വാർഡുകളിൽ നിന്നോ പ്രതിപക്ഷത്തിന്റെ പിന്തുണ ലഭിക്കാറില്ല. ബോർഡിൽ ഐക്യകണ്ഠേന തീരുമാനമെടുക്കും, സർവകക്ഷിയിൽ തീരുമാനമെടുക്കും, പുറത്ത് അവരുടെ വാർഡുകളും കാര്യങ്ങളൊക്കെ വേണ്ടാത്ത രൂപത്തിലുള്ള പ്രവർത്തികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മെമ്പർമാരുടെ വാർഡുകളിൽ പോലും അവരൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ പ്ലാസ്റ്റിക് പ്ലേറ്റുകളും അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഗ്ലാസുകളൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ വാർഡുകളിൽ യാതൊരു മടിയില്ലാതെ അതിനൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നു പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വിരോധാഭാസം. എങ്കിലും കരുവാരക്കുണ്ട് മാതൃകയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല ശുദ്ധിയുള്ള പട്ടണം എന്നുള്ള പിന്നെ അവാർഡ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് വാങ്ങി. വണ്ടൂർ പിന്നെ കാളികാവ് ബ്ലോക്കിലെ ഏറ്റവും നല്ല പിന്നെ പഞ്ചായത്ത് എന്നുള്ള രൂപത്തിൽ കരുവാരക്കുണ്ട് വാങ്ങി. കരുവാരക്കുണ്ടിലെ വിദ്യാഭ്യാസ 10-28 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഓരോ വാർഡ് ദത്തെടുത്തുകൊണ്ട് അതിന്റെ ക്യാമ്പയിൻ പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതാണ് മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ആരോഗ്യം വിദ്യാഭ്യാസ രംഗത്ത് കരുവാരക്കുണ്ട് 10-40 കൊല്ലക്കാലത്തെ പിന്നെ വികസനത്തിന് അപ്പുറത്തേക്ക് ഇന്ന് കരുവാരക്കുണ്ടിലെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൈമറി വിദ്യാലയങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങളാണ് കരുവാരക്കുണ്ടിൽ സംഭവിച്ചിട്ടുള്ളത്. പുൽവട്ടയെ പിന്നെ സ്കൂളുകളൊക്കെ ഒന്ന് പോയി കണ്ടാൽ ഏതെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്നാൽ തോന്നും ഇതേതോ ഒരു ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി സ്കൂളോ തോന്നുന്ന രൂപത്തിലേക്ക് പുൽവട്ടയും അതുപോലെ തന്നെ കരുവാരക്കുണ്ടും അതുപോലെ തന്നെ തരിശും കേരളയും ഒക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുന്നക്കാട് സ്കൂളിന് കിഫ്ബിയുടെ ഫണ്ട് 3 വർഷം മുമ്പ് കിട്ടിയതാണ്. അതുപോലും നടപ്പിലാക്കാത്ത തരത്തിൽ ആ വാർഡിലെ മെമ്പർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ചില ആളുകളുടെ പിന്തുണ കൂടിയിട്ടാണ് ആ വർക്ക് അവിടെ നടത്താത്തത്. 1.25 കോടി ഇവിടെ സൂചിപ്പിച്ചു 3 വർഷം മുമ്പ് വന്നതാണ്. ഇന്നും അത് ലാപ്സാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ആ വർക്ക് നടത്താൻ കഴിയുന്നില്ല. ഒരു സ്കൂളിന്റെ കാര്യമാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. പ്രതിപക്ഷ മെമ്പർ ഉന്നയിച്ച തൊഴിലുറപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ്? തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ആ തുടക്കത്തിൽ ഒരു പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ പലതും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിയാത്ത വർക്കുകളൊക്കെ തന്നെ ചില സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന വർക്കിനെതിരായിട്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് കരുവാരക്കുണ്ടിൽ. ഇന്നും ഒരു തൊഴിലുറപ്പ് മേഖലയിൽ 3 കോടി ലാപ്സായി എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു വർക്ക് നടക്കുന്നത് ആ വർക്ക് നടക്കുമ്പോൾ അവിടെ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റു പരാതികളും വിവരാവകാശം കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണുള്ളത്. 75,000 രൂപ അവിടെ അവിടെ ഈ MGNREGSന്റെ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയും അത് തിരിച്ചടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളൊക്കെ എല്ലാവരും ഉൾപ്പെടെയുള്ള ബോർഡ് തീരുമാനിച്ചിട്ട് അവരെ തിരിച്ചടക്കുന്നത്. അങ്ങനെ തിരിച്ചടച്ചതിന് ശേഷമാണ് ഇവർ പരാതിക്കാരായിട്ട് പോണം എന്ന്. ഇവർക്ക് ഈ ഒരു 75,000 രൂപയുടെ അഴിമതി എന്നല്ലാതെ മറ്റൊന്നും പറയാൻ ഇല്ലാത്തൊരു സാഹചര്യമാണ് സത്യത്തിൽ നിലവിലുള്ളത്. കമ്പിപ്പാലം അഴിമതി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ബ്രിട്ടീഷുകാരുടെ പാലത്ത് കേരള പാന്തറയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് ഇരുമ്പ് പൈപ്പും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഇതാണ്. അത് തുരുമ്പെടുത്ത് നശിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് അതിന് 1 ലക്ഷം രൂപ ടെൻഡർ വെച്ച് പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തൊരു വർക്കാണ്. ആ വർക്കിനാണ് 1 ലക്ഷം രൂപ ചെലവഴിച്ചു, 1 ലക്ഷം രൂപ ചെലവഴിച്ച് അഴിമതി കാണിച്ചു എന്ന് പറയുന്നത്. അത് കരാറെടുത്ത കമ്പനിക്കാർ എടുത്ത ഒരു വ്യക്തി അതിന് ചെലവഴിക്കിയ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടൊക്കെ സംഭവിക്കുന്നത് ടെൻഡർ തീരുമാനിക്കുകയും ടെൻഡർ സംഖ്യ നിശ്ചയിക്കുകയും അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അതിന് ഈ 75,000 രൂപ പേർക്കാണ് ആ ചങ്ങാതി ടെൻഡർ എടുത്തിട്ടുള്ളത്.
1,00,000 റുപ്യ വെച്ച് ഒരാളുകളും ടെൻഡർ കോട്ട് ചെയ്യുമല്ലോ. അങ്ങനെ കോട്ട് ചെയ്യുക 75-നോ 76-നാണ് എടുത്തിട്ടുള്ളത്. അതിന് അയാൾ നന്ന മനോഹരമായി പെയിന്റ് അടിക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനാണ് പിന്നെ കമ്പിപ്പാലം വഴി ഈ ഒരു 2 സംഗതി അല്ലാതെ ഇവർ മറ്റൊന്നും പറയുന്നില്ല. പിന്നെ കാണുന്നതൊക്കെ ഇവർക്ക് അഴിമതിയായി തോന്നുകയാണ്. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഉപജീവന രാഷ്ട്രീയത്തിന്റെ കുറച്ച് ആളുകൾ അധികാരത്തിന്റെ ശീതളച്ചായ നുകർന്ന് നടക്കുന്ന ആളുകൾക്ക് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ടതിനും ഒക്കെ വ്യത്യാസം ഉണ്ടായിക്കൊണ്ട് ഇപ്പൊ തൊഴിലുറപ്പിന്റെ 34 റോഡുകൾ കരുവാരക്കുണ്ടിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞ സമയത്ത്. അത് മെമ്പർ പറഞ്ഞത് ശരിയാണ്. അതെങ്ങനെ കോൺക്രീറ്റ് റോഡുകളായിരുന്നു. അത് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, അവിടെ ആ വർക്ക് പിന്നെ അവിടുത്തെ ചില കരാറുകാർ അതിനെതിരായിട്ട് കോടതിയിൽ പോയി. അതെന്ന് വെച്ചാൽ ആ കരാറുകാർക്ക് കൊടുത്ത കാര്യത്തിൽ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ടെൻഡർ എടുത്തത് അവർ നടത്താത്ത ചില സാഹചര്യങ്ങൾ വരും എന്ന അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ കാര്യമായിട്ട് അവർക്ക് കൊടുത്തില്ല. അതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു, അത് കോടതിയിൽ പോയി. കോടതിയിൽ പോയിട്ട് 34 വർക്കുകൾ നിൽക്കുകയും പിന്നെ കോടതി ആ കേസ് പിൻവലിക്കുകയും ചെയ്തിട്ട് പിന്നെ എന്താ വെച്ചാൽ BDOക്ക് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. എന്ത് അറിയാത്ത ഒരാളുടെ പേരും പറഞ്ഞിട്ട് മുറിഞ്ഞ കല്ലിൽ മൂസ സൺ ഓഫ് ഹംസ എന്നൊക്കെ പറഞ്ഞ ഒരാളെ പേരിൽ ഇവിടെ നിർമ്മാണങ്ങൾ നടത്തുന്നത് തൊഴിലുറപ്പ് തൊഴിൽ നടത്തേണ്ട വർക്കുകൾ മുഴുവൻ എന്താണ് പിന്നെ ഇവിടെ നേരത്തെ വിവരാവകാശം കൊടുത്തല്ലോ, അതേ രൂപത്തിൽ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോകണമെന്നില്ല. സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ എന്റെ പേരിൽ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കരാർ കൊടുക്കില്ല. ആ കരാറുകാരാ നിർമ്മാണ പ്രവർത്തി നടക്കും. കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ അതിൽ പങ്കാളികളാവും. അവർക്ക് കഴിയുന്നത്ര തൊഴിൽ ദിനങ്ങൾ കൊടുക്കും. അല്ലാത്ത പിന്നെ സാങ്കേതിക വർക്കുകളൊക്കെ തന്നെ ഈ മെഷീൻ വർക്കുകളും കാര്യങ്ങളൊക്കെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ചെയ്യല്. ഇപ്പോ അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഒരു വർക്കും നടത്താൻ പാടില്ല. ഒക്കെ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ കോൺക്രീറ്റ് വർക്കും മറ്റു വർക്കുകളൊക്കെ ചെയ്യണമെന്ന ശാഠ്യം പിടിക്കുന്ന തരത്തിലേക്ക് കരുവാരക്കുണ്ട് മാത്രം മാറുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കരുവാരക്കുണ്ടിലുള്ളത്. മറ്റു പഞ്ചായത്തുകളിലൊക്കെ തൊഴിലുറപ്പിന്റെ പേരിൽ പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ആ ഫണ്ട് ഏതെങ്കിലും കരാറുകാരെടുക്കും. തൊഴിലുറപ്പ് തൊഴിലാളികളെയും സാങ്കേതിക വിദഗ്ധരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വർക്ക് നടത്താറുള്ളത്. അതിനനുവദിക്കാത്ത തരത്തിലേക്ക് 1-2 വ്യക്തികൾ സ്ഥിരം അവിടെ മറ്റു എന്തെങ്കിലും സാഹചര്യമാണുള്ളത്. ആരോപണങ്ങളാണ് താങ്കൾക്ക് ഉന്നയിക്കാറുള്ളത്? മറ്റു ഈ കുളം അഴിമതിയിൽ ഞങ്ങൾക്ക് വെച്ച ഫണ്ടുകൾ ചെലവഴിക്കാൻ പറ്റാത്തൊരു രീതിക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2025-26 MGNRGSന്റെ ഫണ്ട് വെച്ച് വാർഡുകളൊന്നും വർക്ക് നടക്കാൻ പറ്റാത്ത രീതിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്കൊരു പ്രശ്നം തന്നെയാണ്, വലിയൊരു പ്രശ്നം. തുച്ഛമായ ഫണ്ടാണ് ഞങ്ങൾക്ക് പ്രതിവർഷ വാർഡുകൾ കിട്ടുന്നത്. അത് ചെലവഴിക്കാൻ പറ്റാത്തൊരു തടസ്സം ഈ കുളം അഴിമതിയാണ്. അതുപോലെ ഇപ്പോൾ ഈ കമ്പിപ്പാലം മഞ്ഞൾപ്പാറ അതിന്റെ പുറത്ത് പിന്നെ ലാപ്ടോപ്പ് വിവാദമാണ്. ഈ ലാപ്ടോപ്പ് ഒരു വർഷം കൊടുത്തത് CPMന്റെ വാർഡുക്ക് മാത്രം നോക്കിയിട്ടാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തിട്ടുള്ളത്. SC അർഹതപ്പെട്ട കുട്ടികളവിടെ പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞു കുളം അഴിമതി പറഞ്ഞു പൈസ തിരിച്ചടച്ചു. അത് സത്യമാണല്ലോ, പൈസ തിരിച്ചടച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അഴിമതി നടത്തിയതുകൊണ്ടാണല്ലോ ഈ പൈസ തിരിച്ചടക്കുന്നത്, അല്ലെങ്കിൽ അടക്കാൻ വരില്ലല്ലോ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇവിടെ കരുവാരക്കുണ്ടിൽ ബഡ്സ് സ്കൂളിന് സ്ഥലം വാങ്ങാനെന്ന് പറഞ്ഞിട്ട് ഫെസ്റ്റ് നടത്തി 2 പ്രാവശ്യം. ഈ ഫെസ്റ്റ് നടത്തി സ്ഥലം വാങ്ങാന്ന് പറഞ്ഞ സ്ഥലം വാങ്ങിയിരുന്നു. പക്ഷേ ബഡ്സ് സ്കൂൾ ഇപ്പൊ നിലവിൽ നിൽക്കണം അവിടെ തന്നെ ഇതിന് അനുയോജ്യമായ സ്ഥലമുണ്ട്. അവിടെ തന്നെ ഇതിന് കെട്ടിടം പൊക്കാം. 2 വട്ടം ഫെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ആരോപണങ്ങളാണ് പിന്നെ LDF ഭരണകാലത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നല്ലൊരു നേട്ടമല്ല ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിപക്ഷം നിലനിൽക്ക് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കരുവാരക്കുണ്ടിലെ ബഡ്സ് വിദ്യാർത്ഥികൾ 10-45ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട്. അവിടെ ഒരു ഷീറ്റിട്ട ഷെഡിലാണ് ആ നിലവിൽ ആ കുട്ടികൾ വ്യവസായ എസ്റ്റേറ്റ് സ്ഥലമാണ്. അവിടുത്തെ രക്ഷിതാക്കളും ഇവരും എല്ലാ സമയത്തും ഒത്തൊരുമിച്ച് ഒരു ജനറൽ ബോഡി യോഗം വിളിച്ചാൽ പറയുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികളെ അവിടെ നിന്ന് മാറ്റിത്തരണം. അങ്ങനെ അതിന് നിരന്തരമായി പല ആളുകളെ ഞങ്ങൾ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും അതിന് സ്ഥലം പിന്നെ ആരെങ്കിലും സൗജന്യമായി തരികയോ മറ്റു കാര്യങ്ങളോ കിട്ടാത്ത സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ തന്നെ കരുവാരക്കുണ്ടിൽ ജനകീയ കൂട്ടായ്മയിൽ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു ടെമ്പോ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഒരു ഫെസ്റ്റ് നടത്തി പിന്നെ 35 സെന്റ് സ്ഥലം അതിനുവേണ്ടി വാങ്ങുകയും അതിൽ പിന്നെ 5-6 ലക്ഷം രൂപ ബാധ്യത വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 2ാം പ്രാവശ്യം കൂടി ഫെസ്റ്റ് നടത്തുന്നത്. ആ 2ാമത്തെ ഫെസ്റ്റ് വേണ്ടത്ര വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എങ്കിലും അവിടെ ആ ഫെസ്റ്റ് നടത്തിയത് എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ അറിയാം, എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് കൊണ്ട് ജനകീയ പങ്കാളിത്തത്തോട് ഒരു ജനകീയ ഈ ഫെസ്റ്റ് കാര്യക്ഷമമായ രീതിയിലാണോ 2 ഫെസ്റ്റ് നടന്നിട്ടുള്ളത്? കാര്യക്ഷമമായ രീതിയിലല്ല. കാരണം അതിന്റെ കണക്കാവതരണോ കാര്യങ്ങളോ ഒന്നും അത് കാര്യക്ഷമമായ രീതിയിലല്ല നടത്തിയിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ തന്നെ. പ്രതിപക്ഷം നിലനിൽക്ക്
ഞങ്ങൾക്ക് അതാണ് ഇന്ന് മനസ്സിലായത്. അത് സത്യത്തിൽ ഇപ്പോ അങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും പാർട്ടിയും ഒക്കെ കൂടിയ. എന്നാൽ മൂത്ത ലീഗും മൂത്ത കുട്ടികളും അല്ലെങ്കിൽ മൂത്ത കോൺഗ്രസും അതിനോട് ബന്ധപ്പെട്ട് സഹകരിച്ചില്ല. കോൺഗ്രസിലെ ഒരു വിഭാഗം അത് സഹകരിക്കാത്തതിന്റെ കാരണം തന്നെ ജനകീയമായിട്ടല്ല ഈ ഫെസ്റ്റ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടല്ല. അതല്ല, അങ്ങനെയല്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് ആദ്യം മുതലേ ഇതിന്റെ ഒരു വിഭാഗം നല്ല മനുഷ്യരൊക്കെ ഒത്തൊരുമിച്ചിട്ടാണ്. അവർ സഹകരിച്ചില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒക്കെ ഇരിങ്ങാറ്റി ഒക്കെ നേതൃത്വമുള്ള ആളുകളും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ഒക്കെ ആളുകളും ഒക്കെ സജീവമായി അവരെല്ലാം കൂടി തന്നെയാണ്, നല്ലൊരു കമ്മിറ്റിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. പക്ഷേ അതിലെന്താ വെച്ചാൽ ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാർ വേണ്ടമാതിരി സഹകരിച്ചില്ല എന്ന് മാത്രമേ പറയുള്ളൂ. ബാക്കി ആബാലവൃദ്ധ ജനങ്ങളും ജനകീയ കമ്മിറ്റിയാണ് അതിന് ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളത്. ആ രൂപത്തിൽ പിരിവും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനും നല്ല ഒരു ജനകീയമായ രൂപത്തിൽ തന്നെ അതിന്റെ ഉത്സവവും കാര്യങ്ങളും അവസാനിപ്പിക്കലും ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇവരുടെ സ്വഭാവം മാറുക, വെറുതെ ആവശ്യമില്ലാതെ അനാവശ്യ വിവാദം. 13 വാർഡുകളാണല്ലോ അടുത്തതോടുകൂടി സ്വഭാവം മാറാന്ന് പറയുന്നത്. പഞ്ചായത്ത് ഈ 5 വർഷം ഭരിച്ചിട്ട് MGNRGSന്റെ 3 കോടി രൂപ ലാപ്സായി, മെറ്റീരിയൽസിന്റെ നോൺ റോഡ് നിന്ന് 3 കോടി രൂപ ലാപ്സായി. അതെന്തുകൊണ്ട്? അതിനൊരു മറുപടി തരണം. ഈ ലാപ്സായത് ഇത്രയും സംഖ്യ ജനങ്ങൾക്ക് നമ്മൾ നാടിന്റെ വികസനത്തിന് ഇറക്കേണ്ടതാണ്. അതിന്റെ ഒരു മറുപടി തരണം. അതാണ് ഇപ്പൊ ഈ പറയുന്നത്. ഈ ഇവിടെ സ്പിൽ ഓവർ വർക്ക് സ്വാഭാവികമായിട്ടും അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ പറഞ്ഞു. 2 ഉപതെരഞ്ഞെടുപ്പുകൾ അതുപോലെ തന്നെ അതൊക്കെ ഇപ്പൊ ഫെസ്റ്റിന്റെ കാര്യം സൂചിപ്പിച്ചു. ഈ 2 ഫെസ്റ്റ് നടന്നു. സ്ഥലം പിന്നെ ഫെസ്റ്റ് വാങ്ങിയിട്ട് കെട്ടിടം നിർമ്മിക്കാനുള്ള എന്തെങ്കിലും പ്രവൃത്തി നടപടി അതാണ് പറയാൻ പോകുന്നത്. ഇവിടെ ആ ഒരു 35 സെന്റ് സ്ഥലം വാങ്ങിയ അതിനകത്തേക്ക് 45 ലക്ഷം രൂപ ഫണ്ട് ബാക്കി പഞ്ചായത്തിന്റെ ഫണ്ട് 1.25 കോടിയാണ് അതിന് ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. MLA വിഹിതം കിട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും പഞ്ചായത്ത് 45 ലക്ഷം രൂപ വകയിരുത്തി അവിടെ വർക്ക് ഉദ്ഘാടനം കഴിഞ്ഞു. അതിപ്പോ അതിന്റെ വർക്ക് ഇപ്പൊ ഇന്ന് അടുത്ത ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ പ്രാരംഭ നടപടികൾ നല്ല നിരക്കുള്ള വർക്ക് കഴിഞ്ഞ ആഗസ്റ്റിലാണ് അതിന്റെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് അതിന്റെ ആഗസ്റ്റിലാണ് മാസങ്ങൾ പിന്നിട്ടു. എന്നിട്ടും അവിടെ ഒരു പ്രവൃത്തിയുടെ സൂചന പോലും ഇപ്പോൾ കാണാനില്ല. അതിപ്പോ നടക്കുകയാണ്. അതിപ്പോ ഈ ഒരു പറഞ്ഞ നമുക്ക് ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചല്ലോ, അതിന്റെ ഒരു തടസ്സം നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഈ 45 ലക്ഷത്തിന്റെ വർക്ക് ടെൻഡർ ആയിട്ടുണ്ട്. ആ ടെൻഡർ ചെയ്ത വർക്ക് ഇവിടെ ഉടനടുത്ത് നിർമ്മാണം നടക്കും. അതിനെന്താ വെച്ചാൽ എസ്റ്റിമേറ്റ് സംഖ്യയിൽ 45 എന്നുള്ളത് 48 എന്ന് വന്നത് ചെറിയൊരു വ്യത്യാസത്തിന്റെ ഭാഗമായിട്ട് DPCയുടെ അംഗീകാരത്തിന് ചെറിയൊരു തടസ്സം വന്നിരുന്നു. അതിന്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങി അത് ടെൻഡറുമായിട്ടുണ്ട്. ടെൻഡർ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാൾ എടുത്തിട്ടുണ്ട്. അതിന്റെ വർക്ക് ഇപ്പൊ ഇന്നലെ തുടങ്ങാൻ JCBക്കാരൻ അവിടെ വന്നിരുന്നു. മാന്താനും മറ്റുള്ള ക്ലിയർ വർക്ക് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഭിന്നശേഷി പിന്നെ അതുപോലെ ഇവിടെ പറഞ്ഞു, ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു. കരുവാരക്കുണ്ടിലെ ഭിന്നശേഷിക്കാരെ മറ്റേ ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ലാപ്ടോപ്പിന് അപേക്ഷ നൽകിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് കൊടുത്ത ഒരു പഞ്ചായത്താണ് കരുവാരക്കുണ്ട്. തൊട്ടടുത്ത ആ ലാപ്ടോപ്പ് കൊടുത്തത് സ്വജനപക്ഷപാതപരമായിട്ടാണെന്നാണ് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും കൊടുത്തിട്ടില്ല. മെമ്പർ പറഞ്ഞത് സത്യമല്ല. അപ്പൊ ഇതുവരെ മെമ്പർ പറഞ്ഞ സത്യമായിരുന്നു. അതെ അതെ, അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. ഉപരോധം ഉൾപ്പെടെയുള്ള സംഭവം ഒരാളെ അപേക്ഷ കൊടുത്ത ഒരു കുട്ടിക്ക് ഇരിങ്ങാട്ടിൽ ആ കുട്ടി അവിടെ വന്ന് നിന്നിട്ട് ആ കുട്ടിക്ക് ലാപ്ടോപ്പ് അതാണ് അത് സത്യമാണ്. അതും സത്യമാണ്. ആ കുട്ടി അവിടെ വന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിലുള്ള ആളുകൾ അതല്ല, ഇതിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മളിപ്പോ മെമ്പർമാർക്ക് ഞങ്ങൾക്കൊക്കെ ഒരു പണിയുണ്ട്. എന്ന് വെച്ചാൽ അപേക്ഷ തരാത്ത ആളുകൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അവിടെ എഴുതി ചേർക്കുക. എഴുതി ചേർത്ത ആളുകളുടെ രേഖ. ഇതിന് ലാപ്ടോപ്പ് കൊടുക്കണമെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന സ്ഥാപനമാണ് പിന്നെ അവിടുത്തെ പിന്നെ മേധാവികളുടെ ഒപ്പം മറ്റു കാര്യങ്ങളും SC/ST തെളിയിക്കുന്ന രേഖകളൊക്കെ സമർപ്പിക്കണം. ഈ രേഖ അപേക്ഷയിൽ ഇല്ലാത്തതുകൊണ്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ കൊടുക്കൂല. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അത് കൊടുത്താൽ അയാൾ പിന്നെ ആ സംഭവം തിരിച്ചടക്കേണ്ടിയും അയാൾക്കെതിരെ നടപടി വരും. ഇതാണ് അപേക്ഷ വെക്കേണ്ട സമയത്ത് യഥാർത്ഥ രൂപത്തിൽ മെമ്പർമാർ അപേക്ഷ വെക്കാത്ത കുഴപ്പമാണ്. അതല്ല ഈ ഒരു കുട്ടിയുടെ വിവാദമാണ് ഇപ്പൊ ഈ പറയുന്നത്. ബാക്കി അപേക്ഷ കൊടുത്ത മുഴുവൻ മെമ്പർ പറയട്ടെ. ഈ ഒരു കുട്ടി മാത്രം, അത് ഇരിങ്ങാട്ടിലെ കുട്ടി, ആ കുട്ടിനോട് വിളിച്ചു വരുത്തി നിർവ്വഹണ ഉദ്യോഗസ്ഥൻ വിളിച്ചു വരുത്തിയിട്ട് പഞ്ചായത്തിൽ ഈ ലാപ്ടോപ്പ് കൊടുക്കുമ്പോൾ കുട്ടി താഴെ നിൽക്കുന്നുണ്ട്. ആ കുട്ടിക്ക് കൊടുക്കാതെ വിട്ടാന്നാണ് വിവാദം നടന്നാണ്. ലിസ്റ്റിലെ കുട്ടികളെ വേറെ കിടക്കുന്നുണ്ട്. അത് പയ്യാക്കോട് വാർഡിന്റെ ഉണ്ട്, തുരുമ്പോട് വാർഡിന്റെ ഉണ്ട്, പിന്നെ കേക്കത്തല വാർഡിന്റെ ഉണ്ട്. ഇങ്ങനെയുള്ള വാർഡൊന്നും കൊടുത്തിട്ടില്ല. അന്ന് കൂടുതൽ പോയത് CPMന്റെ വാർഡക്കാണ് ലാപ്ടോപ്പ്. അത് ഏതൊക്കെ വാർഡുകളാണ്? അത് കണത്ത് വാർഡ് നല്ലോണം പോയിട്ടുണ്ട്. ഒരു വാർഡക്കന്നെ പോയിട്ടുണ്ട് 5-6 ലാപ്ടോപ്പ്. നമുക്ക് അറിയുന്ന കാര്യമാണത്. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അത് പിന്നെ വെറുതെ പിന്നെ അനാവശ്യ വേറെ ഒരാൾക്കും കൊടുക്കാത്തല്ലേ. കണ്ണത്ത് വാർഡിലേക്ക് 5 ആൾക്ക് പോയി എന്നുള്ളത്. അവിടെ കണ്ണത്തെ വാർഡിലെ അവിടെ ഞങ്ങളൊക്കെ വാർഡുകളിൽ എത്ര 330 കുടുംബം, സാജിന്റെ വാർഡിൽ സാജിദ മെമ്പറുടെ വാർഡിൽ എത്ര 400 കുടുംബം.
അത്ര കുടുംബം. കണ്ണത്ത് വാർഡിൽ 900 ചില്ലാനും കുടുംബവും 3000-3000ഓളം വോട്ടർമാരുള്ള ഒരു പ്രദേശമാണ്. അവിടെ SC/ST വിഭാഗത്തിൽ ധാരാളം വിദ്യാസമ്പന്നരായ അഭ്യസ്ത വിദ്യരായ കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത്തരം കുട്ടികൾ പഠിക്കുന്ന വാർഡിലേക്ക് കൊടുക്കണ്ടേ? അതൊക്കെ തീർച്ചയായിട്ടും അല്ലല്ലോ പറയേണ്ടത്. നമ്മൾ ഒരു വാർഡിക്ക് ഇത്ര ആൾക്കാർക്ക് പ്രയോറിറ്റി അനുസരിച്ച് ജാതി സർട്ടിഫിക്കറ്റ് രേഖകൾ വെച്ച കുട്ടികളായിന്ന് ഒന്ന് പഞ്ചായത്ത് ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരാളെയും മാറ്റത്തില്ല. ഈ ഒരൊറ്റ വിഭാഗം സാധ്യത മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഇരിങ്ങാട്ടി ഏതോ ഒരു വാർഡിൽ നിന്ന് ഒരു കുട്ടി വന്ന കുട്ടിക്ക് കൊടുക്കാതിരിക്കാൻ രേഖകളില്ലാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കാതിരിക്കുന്നതാണ്. അതല്ലാതെ ഈ വിവാദങ്ങളൊക്കെ എന്താ വെച്ചാൽ ഒരു വിവാദം ഭരണകാലത്ത് അവിടെ മുഹമ്മദ് മാഷ് പ്രസിഡന്റ് ആയിരിക്കെ സോക്കത്ത് പ്രസിഡന്റ് ആയിരിക്കെ ഞാനും അവിടെ മെമ്പറായി നിന്ന ആൾ തന്നെയാണ്. അവിടെ ചെയ്തിരുന്ന LDF-ന്റെ വാർഡിക്ക് എത്ര ഫണ്ട് കിട്ടി നിങ്ങൾ ചോദിച്ചു നോക്കോളൂ. ഇവിടെ ഒരു വിവാദം പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണ്? സ്പില്ലോവർ ആയതിപ്പോ NRGS-ന്റെ പിന്നെ കഴിഞ്ഞ പോലത്തെ വാർഷിക പദ്ധതിയിൽ വെച്ചത് നമ്മൾ മെയിൻ്റെനൻസിന് പിന്നെ അടുത്ത കാര്യം ഞാൻ പറയാം. 10 ലക്ഷം റുപ്യ മെയിൻ്റെനൻസിന് 2023-24-25 പദ്ധതിയിൽ വെച്ചത്. അത് സ്പില്ലോവർ ആകാനുള്ള കാരണം പഞ്ചായത്ത് ഭരണം സംസ്ഥാനത്തിൽ ഭരണം ഉണ്ടായിട്ടും ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ വർക്ക് എടുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പഞ്ചായത്ത് ബോർഡിന്റെ അനാസ്ഥ. ഇവിടെ 7 ഇല്ലാതായിട്ട് ഇപ്പൊ ഈ ഒരു 2 മാസമായിട്ടുള്ളൂ. ആ 2 മാസത്തിലേക്ക് പകരം ചാർജ് കൊടുക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഇതേ ആരോപണം ഉന്നയിച്ച് പത്രസമ്മേളനം നടത്തിയിരുന്നു. കാരണം പഞ്ചായത്തിന്റെ എഞ്ചിനീയർ വിങ്ങിന്റെ അനാസ്ഥ കൊണ്ടാണ് തരിശ് റോഡിന്റെ നവീകരണ പ്രവൃത്തി തടസ്സപ്പെട്ടത്. പക്ഷെ അത് കഴിഞ്ഞ വർഷം പോസ്റ്റുമത്തെ നമ്പർ ചെയ്ത റോഡുകൾ പോയേണ്ട ആളുകൾ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് എഴുതിയേക്കുക. ഒരു ഓവർസിയർ 1 മാസം, ഒരു ഓവർസിയർ 2 ആഴ്ച. അവർ വന്നിട്ട് അവരെ ഡയറിയിൽ എഴുതിയേക്ക വർക്ക് നടക്കൂല. പിന്നെ ചെന്ന് കഴിഞ്ഞ വർഷം സ്പിൽ ഓവർ ആകുന്ന കഴിഞ്ഞ വർഷത്തെ പദ്ധതിയാണ്. കഴിഞ്ഞ വർഷം അവിടെ ഇല്ലാത്ത പ്രശ്നമില്ല, ഒന്നുമില്ല. ഇവരുടെ മെമ്പർമാരുടെ ഒക്കെ വാർഡുകളിൽ പലതും പിന്നെ വർക്ക് നടക്കാത്തതിന്റെ കാരണം യഥാസമയത്ത് ഓവർസിയറേയും മെയിനെയും കൊണ്ടുപോയിട്ട് ആ വർക്കിന് എസ്റ്റിമേറ്റ് ഇട്ട സംഖ്യ ഇത്രയാണ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതിന് AS-ഉം TS-ഉം വാങ്ങുന്നതിന് ആവശ്യമായി മെമ്പർമാരുടെ അനാസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ പറഞ്ഞ രൂപത്തിൽ 10 ലക്ഷം അങ്ങനെ പ്രതിപക്ഷ വാർഡുകളിൽ പല മെമ്പർമാരുടെയും വാർഡുകളിൽ വർക്ക് നടന്നിട്ടില്ല. ഞങ്ങളൊക്കെ വാർഡുകളിൽ അത് നടക്കുന്നത് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എയിനും ഓവർസിയറെ കൊണ്ട് എസ്റ്റിമേറ്റ് ലഭിച്ചാൽ ചെയ്യും. പ്രതിപക്ഷ വാർഡിൽ നടന്നിട്ടില്ല. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഷീബ മെമ്പറെ പള്ളിക്കുത്ത് ഷീബന്റെ വാർഡിൽ എത്ര വർക്ക് നടന്നു? എത്ര സ്പിൽ ഓവർ ഉണ്ട് പറയും? ആ സ്പിൽ ഓവർ നടന്ന അവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കേസ് വരാനുള്ള അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിനെ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ അവിടെ സ്ഥിരം അതിന് കംപ്ലൈന്റ് ആയിട്ട് വരികയാണ്. പഞ്ചായത്തിൽ ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുപ്പിച്ചാലും അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എടുക്കാനും മെമ്പർമാർ ഓഫീസിൽ ചെന്ന് ഓവർസിയർ കൊണ്ടുവന്ന അളവും എല്ലാം ക്ലിയർ ആക്കിയാലും പഞ്ചായത്തിൽ ഇല്ല എന്നുള്ളൊരു അനാസ്ഥ നല്ലോണ്ട്. പിന്നെ കരുവാരക്കുണ്ടിന്റെ വികസനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാന ഭരണം CPM-ന്റെ കയ്യിലാവുമ്പോ AE നിയമിക്കാൻ തീർച്ചയായിട്ടും സാധിക്കില്ലേ? അതെ, ഇപ്പൊ ഈ 2 മാസം ഈ ട്രാൻസ്ഫർ സമയത്ത് പുതിയ ആളുകൾ പ്രതിപക്ഷ മെമ്പറുടെ ആരോപണം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥയാണ്. അത് പറഞ്ഞ പോലെയാണ്. ഇവിടുന്ന് ആശാലത എന്നൊരു പോയിട്ട് എത്ര മാസമായി? ഇവിടെ ഒരാളെ 3 മാസമായി. ആശാമേടം പോയിട്ട് 3 മാസമായി. അതിനുശേഷം താൽക്കാലിക ചുമതല കൊടുത്ത നമ്മുടെ പിന്നെ എടപ്പറ്റയിലേക്കാണ്. അതിനുശേഷം നമ്മൾ താൽക്കാലിക ചുമതലക്കാരനായി വേറൊരാളെയും കൊണ്ടുവന്നു. പിന്നെ തുവൂരിലെ ഒരു ഓവർസിയർക്ക് താൽക്കാലികം കൊടുത്തു. ഇത് ചെറിയ പ്രശ്നമൊക്കെ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം സ്പിൽ ഓവർ ആകുന്നതിന് പ്രധാന തടസ്സം ഈ ഉപതെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളും അതുപോലെ പ്രതിപക്ഷ മെമ്പർമാരുടെ അനാസ്ഥയൊക്കെ. കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷ മെമ്പർമാരിൽ ഇപ്പൊ ഞാൻ പറയണ്ട, സാധ്യത മാത്രമേ കുറച്ച് അതിൽ സാമർത്ഥ്യമുള്ള മെമ്പറുള്ളൂ, ബാക്കിയുള്ളവർക്ക് പറയണ്ട. നമുക്ക് സമയം കൂടുതലായി, പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സാംസ്കാരിക മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് പിന്നെ വായനശാലകൾക്കൊന്നും ഒരു ഫണ്ടും നീക്കി വെച്ചിരുന്നില്ല. ഇപ്രാവശ്യം 5 പുതിയ വായനശാലകളാണ് കരുവാരക്കുണ്ടിൽ രൂപീകരിച്ചത്. 18 ലക്ഷം. 5 ഭരണപക്ഷ വാർഡുകളിലാണ്. എങ്ങനെ? അല്ല, ഇവിടെ മറ്റൊരു ഇതില്ല. വേറെ അതാണ് ആരോപണം. അതിലും നിങ്ങൾ പ്രതിപക്ഷത്തെ തഴഞ്ഞു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം. എവിടെ? അതല്ല, ഏതെങ്കിലും ഒരു മെമ്പർമാർ ഞങ്ങളുടെ വാർഡിലേക്ക് ഒരു വായനശാലയോ ഒരു സാംസ്കാരിക നിലയോ വേണമെന്ന് പറഞ്ഞു. പുന്നക്കാട് സാംസ്കാരിക നിലയുണ്ട്. അടച്ചിട്ടൊരു കാലത്തിലായാലോ തുറന്ന് പ്രവർത്തിക്കുന്നത് ഒരു ലൈബ്രറിയിൽ വെച്ച് കൊടുത്തിട്ട്. ഇവരുടെ വാർഡുകളിൽ സംസ്കാരമല്ല പ്രവർത്തനങ്ങളൊന്നും അല്ല, സാംസ്കാരിക പ്രവർത്തനം ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നത്. സാംസ്കാരിക പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തതാണ് ഇവരുടെ വാർഡുകളിൽ. വായനശാലകളൊക്കെ ഇടതുപക്ഷത്തിന് മെജോറിറ്റിയുള്ള വാർഡുകളാണ്. സാംസ്കാരികമായി വളർന്നപ്പോൾ പുതിയ വായനശാല വന്നതായി പിന്നെ അരിമണൽ വാർഡിലാണ് ഒന്ന് കക്കറ വാർഡിലാണ്, ഒന്ന് കുട്ടത്തി വാർഡിലാണ്. ഇപ്പൊ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുന്നത്
സുഫൈറ 10ാം വാർഡിൽ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് 18 ലക്ഷം രൂപ. 18 ലക്ഷം എങ്കിലും കൂടുതലും ഭരണപക്ഷ വാർഡുകളിലാണ്. ഇപ്പോ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രതിപക്ഷത്തിൽ നിലവിലുള്ള ലൈബ്രറി സ്കൂളുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നോക്കി കാണിക്കാൻ ഈ LDF ഭരണത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കോടികളാണ് നമുക്ക് ലാപ്സ് ആയിട്ടുള്ളത്. അതിന്റെ മറുപടി എന്താ? ഇപ്പൊ മെമ്പർ കഴിഞ്ഞ തവണയും 2015 മുതൽ 20 വരെ അതേ വാർഡ് പ്രതിനിധീകരിച്ച മെമ്പറാണ്. അപ്പൊ അന്ന് കിട്ടിയിരുന്ന വികസനം ഇപ്പോ കിട്ടുന്നില്ല എന്നുള്ളത് മെമ്പർ കറക്റ്റായിട്ട് പറയുന്നു. അതെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രവർത്തനം നടത്തുന്ന മേഖലകളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞോ, കരുവാരക്കുണ്ടിന്റെ ചരിത്രത്തിൽ 4 ഗ്രൗണ്ടുകളാണ് പുതിയതായിട്ട് വന്നത്. 4 ഗ്രൗണ്ടുകൾ പുതുതായിട്ട് വന്ന് കരുവാരക്കുണ്ട് യുവജന രംഗത്ത് സജീവമായി പങ്കെടുത്ത ഒരു കണ്ണത്തെ മിനി സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിൽ ഫ്ലഡ് ലൈറ്റ് വന്നു. മുഹമ്മദ് മാഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ പുനർജനി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നു, ഫണ്ടും വെച്ചു. കൽക്കുണ്ട് മുതൽ ഈ ചെറുക്ക വരെ അളന്നിട്ട് പുറമ്പോക്ക് തിട്ടപ്പെടുത്താൻ ഇരിങ്ങാട്ടി വരെ. എന്നിട്ട് എവിടെ നിങ്ങൾ ചെയ്ത് നിങ്ങളെ വാർഡുകൾ മാത്രം നോക്കിക്കാണ്ട് അവിടെ ഗ്രൗണ്ട് കൊണ്ടുവന്നു. ചെറുക്ക സ്ഥലം ഉണ്ടല്ലോ പുറമ്പോക്ക്, അവിടെ എത്ര ആളുകളുണ്ട് ഒരു ഗ്രൗണ്ട് ഇല്ലാത്ത പരാതി പറയുന്നത്? എന്തുകൊണ്ട്? ചെറുക്ക അങ്ങാടി മെയിൻ സ്ഥാപനം നിങ്ങളെ വാർഡിലും കൂടി പെടുമല്ലോ. ഞാൻ എന്റെ വാർഡിൽ പെടുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ അവിടെ തന്നെ തൊട്ടടുത്ത ആറ്റൽ പുറമ്പോക്കിന് വേണ്ടി നമ്മൾ അവിടെ സംയുക്തമായി യോഗം ചേർന്നതാണ്. അത് തിട്ടപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്. അത് എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ അതിന്റെ പിന്നിൽ തൂങ്ങില്ല? പുനർജനി എന്ന് പറഞ്ഞിട്ട് ബോർഡിന് വെച്ചതാണ്. അതിനെന്തുകൊണ്ട് ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ പുറമ്പോക്ക് പിടിച്ചെടുത്ത് അതാത് പ്രദേശത്ത് അതാത് യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്. അത് പിന്നെ സാഹിത്യ മെമ്പർ വാർഡാണ്. സാഹിത്യ മെമ്പർ വാർഡാണ് അവിടെ അയ്യപ്പങ്കാവ്. അവിടെ കമ്മിറ്റി കൂടിയതാണ്. ആ യോഗത്തിൽ നമ്മളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കണം തീരുമാനം. സമയം കൂടുതൽ അതിക്രമിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഭരണം നേട്ടമോ കോട്ടമോ അതിനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലും അല്ലെങ്കിൽ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നേട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു, ആരോഗ്യ മേഖലയിൽ നേട്ടത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല. 4-5 പുതിയ സബ് സെന്ററുകൾ വന്നു എന്ന് മാത്രമല്ല, പിന്നെ കരുവാരക്കുണ്ട് പഞ്ചായത്ത് 45 ലക്ഷം രൂപ ചെലവഴിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലാണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറിയിട്ടുള്ളത്. മീറ്റിംഗ് ഹാൾ, ഞങ്ങളൊക്കെ ഇരിക്കുന്ന മീറ്റിംഗ് ഹാൾ എന്ന എല്ലാ സൗകര്യവും ആത്മീയ സൗകര്യത്തോടു കൂടി ഏതും ഒരു നിയമസഭാ ഹാളിനെ വെല്ലുന്ന തരത്തിൽ ഈ മീറ്റിംഗ് ഹാളുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നേരത്തെ ഉയർന്നതാണ്. അതിന്റെ പേരിലും വ്യാപകമായ കൊള്ള നടന്നെന്ന് പറഞ്ഞിട്ട് അതല്ല 10 ലക്ഷം രൂപയാണ് മേലെ സൗകര്യത്തോടു കൂടി മീറ്റിംഗ് ഹാളിന്റെ പിന്നെ പുനർനിർമ്മാണത്തിന് വേണ്ടി വന്നത്. മാറ്റി സീലിംഗ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായി. നല്ല ആധുനിക പിന്നെ സൗണ്ട് സിസ്റ്റം ഏർപ്പെടുത്തി, CCTV സ്ഥാപിക്കുക, താഴെ വെക്കുക, സൗണ്ട് സിസ്റ്റം ഏർപ്പെടുത്തുക, ഫ്രണ്ട് ഓഫീസ് നവീകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ട് ഇതൊക്കെ ടെൻഡറിന്റെയും കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ആർക്കോക്ക്, ഗവൺമെന്റ് ഏജൻസിയായ ആർക്കോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇവരെന്ത് പറയുന്നറിയോ? ഇവർക്ക് ഇതെല്ലാം നിർക്കക്കള്ളിയില്ല. കഴിഞ്ഞ 5 വർഷക്കാലം അതിന്റെ മുമ്പത്തെ കാലമൊക്കെ ഭരണം നടത്തി തമ്മിലടിച്ച് അധികാരം നഷ്ടപ്പെട്ട് ഇപ്പൊ അധികാരത്തിന്റെ പുറത്തിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. ഇത് ഇവരുടെ ഉപജീവനമാണ് കുറച്ചാളുകളുടെ. അതിനായിട്ട് നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വം UDF-നകത്ത് നേതൃത്വത്തിലുള്ള 2 നേതാക്കന്മാരുടെ സംഘമാണ് ഇപ്പോ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഭരണപക്ഷം എന്നതിലല്ല, ആര് നല്ല കാര്യം ചെയ്തു അതിനെ സപ്പോർട്ട് ചെയ്യും. നല്ല ഭരണമാണ് കാഴ്ചവെക്കേണ്ട സമൂഹത്തിന് വേണ്ടത്. ജനങ്ങളെ പിന്തുണയോടുകൂടി നല്ല ഭരണം കൊണ്ടുവരാൻ ആര് സാധിച്ചാലും ഇവർക്ക് കഴിയാണെങ്കിൽ കഴിയട്ടെ, പക്ഷെ തമ്മിലടിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് പറയാനുള്ളത്. സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരെ കൊണ്ട് അതിന് കഴിയില്ലാന്ന്. കിട്ടുന്ന സമയത്ത് പിന്നെ ഏജൻസി വർക്ക് നടത്തി, അതിന്റെ പിന്നെ ബിനാമി ഏർപ്പാട് നടത്തി. MLA-ക്കും ഒക്കെ സ്ഥിരം ബിനാമി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള വർക്കാണ് കൊണ്ടുവരാൻ പഞ്ചായത്തിന് എതിരെ ഇപ്പൊ തിരിഞ്ഞിട്ടുള്ളത്. അത് വന്നാൽ തന്നെ യാദർച്ഛികമായി ഒരു പിന്നെ ജനങ്ങൾക്ക് ഒരു കൈപ്പിഴ സംഭവിച്ചുകൊണ്ട് UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ 1 വർഷം തികയില്ല, വീണ്ടും പഴയതുപോലെ തെരുവിലടിയും തമ്മിലടിയും കാണും. അത് കരുവാരക്കുണ്ട് ജനം തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. ജനം വിലയിരുത്തട്ടെ ഏതാണ് ശരിയെന്നുള്ളത്. ഒറ്റക്കെട്ടായി നിന്നാൽ ഭരണം കിട്ടും എന്നുള്ളതാണ് പൊതുവെയുള്ള ജനസംസാരം. ഇത്തവണ ഒറ്റക്കെട്ടായി വർഷത്തെ LDF ഭരണം മോശമായ ഭരണമാണെന്നില്ല ജനങ്ങൾ കണ്ടു. അതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കരുവാരക്കുണ്ട് പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് എങ്ങനെ വെച്ചാൽ പ്രതിപക്ഷ വാർഡുകളെ നോക്കി മാത്രം കൊടുക്കുക. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1,70,00,000 ലാപ്സ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സ്പിൽ ഓവർ ആക്കിയിട്ടുണ്ട്. 1,70 സ്പിൽ ഓവർ ആക്കിയിട്ടുണ്ട്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നേട്ടമോ കോട്ടമോ ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. നന്ദി, നമസ്കാരം.